ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുത്തൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പൊട്ടാറ്റോ സ്നാക്സ് ആണ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, കടലമാവ്, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും ഐറ്റംസ് വേണം നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിച്ചെടുക്കാം. അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് ഈ സവാള, നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, അതുപോലെ തന്നെ ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, കടലമാവ്, മുളക് പൊടി. ഇത്രയും ഐറ്റംസ് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഐറ്റംസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഈ ഐറ്റംസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്തിട്ട് നമ്മളതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ. ഈ പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാൻ എടുത്തതിന് ശേഷം ആ പാൻ വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൽ ചൂടായതിനു ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത്, അതായത് ഇപ്പോൾ അച്ചൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയിട്ട് അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് വീട്ടിൽ അച്ച് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പരിപ്പ് വട ഉണ്ടാക്കുന്ന പോലെയാണ് ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ അച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. കാരണം നമ്മളൊരു ഫുഡ് ഐറ്റം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ സമൂസ ആണെന്നുണ്ടെങ്കിൽ സമൂസയുടെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നും. അപ്പം നിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ അച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ആ അച്ചും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്യുക. കാരണം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഈവനിങ് ടൈമിലൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാലൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന ബെസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതെല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് വീണ്ടും കാണാം. ഓക്കെ, ബൈ.